ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരുപാട് പേര് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് എന്തെല്ലാം ജോലികളാണ് ചെയ്യേണ്ടത്, എന്തെല്ലാം ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നിങ്ങനെ ഒരുപാട് പേര് നമ്മുടെ കമൻസിൽ വന്ന് ചോദിക്കുന്നുണ്ട്. ഇതിനോടകം നമ്മളുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുള്ള ടിപ്സൊക്കെ വെച്ചിട്ട് ഏകദേശം 2000-ലധികം ആളുകൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിജോസ് വേൾഡ് എന്ന് നിങ്ങളുടെ യൂട്യൂബിൻ്റെ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള എല്ലാവരുടെയും ആ ഒരു അപ്ഡേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തെല്ലാം കണ്ടീഷൻസ് ഉള്ളവരാണ് പ്രഗ്നൻ്റ് ആയത്, എന്തെല്ലാം ടിപ്സ് ഫോളോ ചെയ്തിട്ടാണ് പ്രഗ്നൻ്റ് ആയതെന്നൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്ന ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഏറ്റവും ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫിസിക്കൽ കോൺടാക്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സാധാരണ നമ്മളൊരു ഡോക്ടറെ കാണാനായിട്ട് പോകുമ്പോഴേക്കും ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ ഫിസിക്കൽ കോൺടാക്ട് പാടില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. കാരണം പ്രഗ്നൻസി നമുക്ക് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ട്രൈമസ്റ്ററാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ. ഈ സമയത്ത് ചില ആളുകൾക്ക് ഉണ്ടാകുന്ന കോൺട്രാക്ഷൻസ് കൊണ്ടും ചില ആളുകൾക്ക് മറ്റേതെങ്കിലും സർവിക്സിലുമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പ്രഗ്നൻസി എളുപ്പത്തിൽ നഷ്ടമാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ ശരീരത്തിൽ വരുന്നവർക്കും മിസ്കാരേജ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് പലപ്പോഴും ഡോക്ടേഴ്സ് നമ്മളോട് ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ കോൺടാക്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ആക്ച്വലി ഡോക്ടേഴ്സിന്റെ കണക്ക് വെച്ചിട്ട് ഫസ്റ്റ് ട്രൈമസ്റ്റർ തുടങ്ങുന്നതിന് ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ ഫസ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണോ നമ്മൾക്ക് പീരിയഡ്സ് മിസ്സാകുന്നത് ആ ഒരു ടൈമിൽ നമുക്ക് ഫസ്റ്റ് മന്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. ഇംപ്ലാന്റേഷൻ നടക്കുന്നത് ഏകദേശം നമുക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു 6 to 12 ഡേയ്സിലാണ്. അപ്പോൾ ഈ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയമെല്ലാം നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സമയമായതുകൊണ്ട് തന്നെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു റെസ്റ്റ് ശരീരത്തിന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഏകദേശം ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ചത്തേക്ക് കോൺടാക്ട് ചെയ്യുന്നത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 to 12 ഡേയ്സിനകത്താണ് നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ആ 12 ഡേയ്സ് കഴിഞ്ഞാൽ 13th or 14th നിങ്ങൾക്ക് പീരിയഡ്സ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് നിങ്ങൾ ഫ്രഷ് ആയിട്ട് ട്രൈ ചെയ്ത് തുടങ്ങുന്നതുകൊണ്ടും പ്രശ്നമില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഭാര്യ എപ്പോഴും കോൺടാക്ട് ചെയ്യാനായിട്ട് വില്ലിംഗ് ആണ് എന്നുള്ള കാര്യം ഭർത്താവ് ഉറപ്പുവരുത്തുക. അതായത് ഒരാളുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് മറ്റേ പ്രഷറൈസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം സ്ത്രീകൾക്ക് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാനായിട്ട് താല്പര്യമില്ലാതെ വരുമ്പോഴേക്കും ഒരുപാട് ചേഞ്ചസ് അവരുടെ ബോഡിയിൽ നമുക്ക് വിസിബിൾ ആയിരിക്കും. അവർക്ക് സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാവില്ല, അവരുടെ ആ ഒരു ഓപ്പണിംഗ് ഒരിക്കലും സ്മൂത്ത് ആയിട്ട് ഓപ്പൺ ആവില്ല. കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കും അവർക്കും ഒരേപോലെ തന്നെ വേദന ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്ത്രീ വില്ലിംഗ് ആണെങ്കിൽ മാത്രം ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ പറ്റാത്ത അങ്ങനെ വില്ലിംഗ് അല്ല എങ്കിൽ നിങ്ങൾ കോൺടാക്ട് ഉപേക്ഷിക്കുക. അല്ല വില്ലിംഗ് ആണെങ്കിൽ സ്മൂത്ത് ആയിട്ട് നിങ്ങൾ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി ഇറഗുലർ ആണ് പീരിയഡ്സ് പോകുന്നത്, അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിന് ശേഷം കോൺടാക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള ദിവസം എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ മെൻസ്ട്രൽ സൈക്കിൾ ഇറഗുലർ ആയിട്ടാണ് പോകുന്നതെങ്കിൽ കഴിഞ്ഞ മാസം എന്നാണോ ആയത് ആ ഡേറ്റ് നിങ്ങൾ വെച്ചാൽ മതി. ഇപ്പോൾ കഴിഞ്ഞ മാസം നിങ്ങൾക്ക് 15-ാം തീയതിയാണ് ആയതെങ്കിൽ നിങ്ങൾ ഏകദേശം എപ്പോഴാണോ നിങ്ങൾക്ക് ഓവുലേഷൻ ഈ മാസം 15-ാം തീയതി, അതായത് ഏപ്രിൽ 15-ന് ഒരു 10 ദിവസം മുൻപ് മുതൽ നിങ്ങൾ കോൺടാക്ട് സ്റ്റോപ്പ് ചെയ്യുക. അതായത് ഏപ്രിൽ 5-ാം തീയതിക്ക് ഇപ്പുറത്തോട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാതിരിക്കുക. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഫിസിക്കൽ കോൺടാക്ട് നിജോസ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല ടോപ്പിക്സും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ കഴിവതും ഫിസിക്കൽ കോൺടാക്ട് അവോയ്ഡ് ചെയ്യുക. ഇതാണ് ഏറ്റവും ആദ്യത്തെ ടിപ്പ്. രണ്ടാമത്തേന്ന് പറയുന്നത് ഉണക്കമുന്തിരി വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉണക്കമുന്തിരിയിൽ അയോണിൻ്റെ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇംപ്ലാന്റേഷൻ നമുക്ക് സക്സസ് ആവുകയാണെങ്കിൽ എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ട് പ്രോപ്പറായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവണം. പ്ലസൻ്റ ഫോർമേഷനും അതുപോലെ എംബ്രിയോയും യോക്സാക്കും എല്ലാം ഡെവലപ്പ് ആവണമെങ്കിൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ അതിലോട്ട് പ്രോപ്പറായിട്ട് തന്നെ പോകണം. അമ്മ എടുക്കുന്ന ഏത് വിറ്റമിൻ സപ്ലിമെൻറ്റ്സ് ആണോ അത് കുഞ്ഞിലോട്ട് അതിൻ്റെ ഗുണങ്ങളൊന്നും എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ പ്രഗ്നൻസി നഷ്ടമാകും. കെമിക്കൽ പ്രഗ്നൻസി ഒന്നില്ലെങ്കിലാകും, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഗ്രോത്ത് പകുതി വെച്ച് തന്നെ നിന്നിട്ട് നമുക്ക് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്ത് കളയേണ്ട സിറ്റുവേഷൻ ഉണ്ടാകും. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉണക്കമുന്തിരി വെള്ളം കുടിക്കാവുന്നതാണ്. ഷുഗറിൻ്റെ കംപ്ലൈൻറ്റ് ഉള്ള ആളുകളാണെങ്കിൽ വെറും വയറ്റിൽ ഉണക്കമുന്തിരി വെള്ളം കുടിക്കാനേ പാടില്ല. എന്നാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം നോർമൽ ആയിട്ടുള്ളവരാണെങ്കിൽ ഒരു 5-8 മുന്തിരി എടുത്തിട്ട് നിങ്ങൾ തലേ ദിവസം 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെക്കുക. ഏകദേശം ആ മുന്തിരി കുതിരുന്ന അത്രയും വെള്ളം നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. നല്ലതുപോലെ കഴുകിയതിന് ശേഷം വേണം മുന്തിരി കുതിർത്താനായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ആ മുന്തിരിയും വെള്ളവും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അത്രയും കുറച്ച് വെള്ളത്തിലാണ് മുന്തിരി കുതിർന്നതെങ്കിൽ ആ വെള്ളത്തിനും നല്ല ടേസ്റ്റ് ആയിരിക്കും, നിങ്ങൾക്ക് കുടിക്കാനായിട്ടും താല്പര്യം ഉണ്ടാവും കേട്ടോ. ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടും ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഒരുപാട് സഹായിക്കുന്നതാണ് ഈ ടിപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്.
മൂന്നാമത്തേതാണ് നമ്മൾ ഈ ഇടയ്ക്ക് ചാനലിൽ സംസാരിച്ചിട്ടുള്ള കിൻവ എന്ന് പറയുന്ന ഒരു ഓൾ ഗ്രെയിൻ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോ. കിൻവ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും മറ്റുള്ള പ്രൊഫഷണൽ സ്റ്റോറുകളിൽ നിന്നും അവൈലബിൾ ആയിട്ടുള്ള ഒരു മുഴുധാന്യത്തിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന ഒന്നാണ് കിൻവ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ കിൻവ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കുന്നത് നിങ്ങളുടെ എൻഡോമെട്രിയൽ ലൈനിങ് ഒക്കെ തിക്കണാവുന്നതിനും അതുപോലെ നിങ്ങൾക്ക് ആ ഒരു കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടക്കുന്നതിനുമൊക്കെ ഇത് സഹായിക്കുന്നു. ഓൾറെഡി ഒരു മിസ്കാരേജ് ഹിസ്റ്ററീസ് ഉള്ള ആളുകൾക്ക് ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. വിറ്റമിൻ ഇ ഇതിൽ അടങ്ങിയതുള്ളത് കൊണ്ട് തന്നെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതിനും എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡ് ആവാതെ പിടിച്ചു നിർത്തി മുൻപോട്ടേക്ക് കൊണ്ടുപോകുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് അടുത്തതായിട്ട് ഫോളോ ചെയ്യാൻ കഴിയുന്ന ടിപ്പ്. കിൻവ ഉപയോഗിച്ചിട്ടുള്ള പ്രിപ്പറേഷൻസ്, അതായത് ഫുഡ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഒരുപാട് യൂട്യൂബ് ചാനൽസിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അത് ഉപയോഗിച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വേറെ ഫുഡ് ഐറ്റംസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നത്, അങ്ങനെ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം അത് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കണമെന്നില്ല, ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അടുത്തതാണ് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ഓറഞ്ച്, അതുപോലെ ബെറീസ്, ഇതൊക്കെ നിങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ബനാന എങ്കിലും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ ചുറ്റും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നായിരിക്കും ഏത്തപ്പഴം, നമ്മുടെ പേരയ്ക്ക, അതും നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ റെഡ് ബനാന, കപ്പപ്പഴം എന്ന് പറയില്ലേ, അതും നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഓറഞ്ചിലും ബെറീസിലും ഒക്കെ ഒരുപാട് വിറ്റമിൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ സി ഇതിനകത്തൊക്കെ ഉള്ളത് കൊണ്ട് ഈ വിറ്റമിൻ സിയിൽ തന്നെ പൊട്ടാഷ്യം, കാൽഷ്യം, ഫോളേറ്റും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. കുഞ്ഞിൻ്റെ ഏറ്റവും ആദ്യത്തെ ഡെവലപ്മെൻറ്റിനൊക്കെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഈ ഫോളേറ്റ് ഒക്കെ. അതെല്ലാം ശരീരത്തിലോട്ട് പ്രോപ്പറായിട്ട് എത്തുകയാണെങ്കിൽ മറ്റുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ പ്രഗ്നൻസി സർവൈവ് ചെയ്ത് 9 months കംപ്ലീറ്റ് ആയി നമുക്ക് ആ കുഞ്ഞിനെ കയ്യിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കും. ഒരു ദിവസം ഒരു ഫ്രൂട്ടും ഒരു വെജിറ്റബിളും എടുക്കാനായിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ മീൻ കഴിക്കുന്ന സമയത്ത് വലിയ വലിയ മീനുകളൊന്നും ഉപയോഗിക്കുക, കുഞ്ഞു ഫിഷ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ അമോണിയയുടെ കണ്ടന്റും മെർക്കുറി കണ്ടന്റും ഒക്കെ ആ ഫിഷിൽ കൂടുതലായിരിക്കും വലിയ വലിയ മീനുകളിൽ. അതുകൊണ്ട് കുഞ്ഞു മത്സ്യങ്ങൾ മാത്രം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സീ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വേവിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. അതായത് കക്കയിറച്ചി, കല്ലുമ്മക്കായ, ചെമ്മീൻ, ഇതൊക്കെയാണെങ്കിൽ നല്ലതുപോലെ കുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള ഒന്നും നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതായത് മുഴുവനായിട്ട് വേകാത്ത ഭക്ഷണങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മൾ മുട്ട എടുത്ത് ബുൾസൈ അടിച്ച് കഴിക്കുന്നത്, ഇതെല്ലാം മുഴുവനായിട്ട് വേകാത്തതാണ്. അതൊക്കെ കഴിക്കുന്നത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക കേട്ടോ. അതുപോലെ പച്ചക്കറിയും ഒരു ദിവസം ഒരു നേരമെങ്കിലും പച്ചക്കറി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബീട്രൂട്ട് കഴിക്കാനൊക്കെ പേടിയുള്ളവരുണ്ടാകും. കാരണം ബീട്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻസി നഷ്ടമായി പോകുമെന്നാണ് പലരുടെയും മിഥ്യാധാരണ. ആ പ്രശ്നമൊന്നും ഡൗട്ടൊന്നും ഇല്ലാത്തവർക്ക് ഒരു ദിവസമെങ്കിലും ബീട്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ക്യാരറ്റ് കഴിക്കുന്നത് നല്ലതാണ്. ബീൻസ്, അച്ചിങ്ങ, കോവയ്ക്ക, വെണ്ടയ്ക്ക, ഇതെല്ലാം നല്ലതാണ്. അതെല്ലാം നിങ്ങൾ പച്ച നിറത്തിലുള്ള വെജിറ്റബിൾസ് കഴിക്കാനായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതാണ് പയറുവർഗ്ഗങ്ങൾ. ഈ പയറുവർഗ്ഗങ്ങൾ നമ്മൾ കഴിക്കുമ്പോഴേക്കും അതിൽ സിങ്ക് ഉണ്ടാകും, ഫോളേറ്റ് ഉണ്ടാകും, പൊട്ടാഷ്യം ഉണ്ടാകും, മാഗ്നീഷ്യം ഉണ്ടാകും, അതുപോലെ പല ആൻറ്റി ഓക്സിഡൻസും ഇതിലെല്ലാത്തിലും അടങ്ങിയിട്ടുണ്ടാകും. പയറുവർഗ്ഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു പുട്ടിന് ഒരു കറിയായിട്ട് വൻപയറോ ചെറുപയറോ കടലയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഇടുക. അത് നിങ്ങൾ കറി കൂടുതൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പയറുവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുന്നത് ഓവറോൾ കുഞ്ഞിന് ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഉണ്ടാകുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതിന് ഇത് സഹായിക്കും കേട്ടോ. അത് വെറുതെ പറയല്ല, സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ് പയറുവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്. അങ്ങനെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതല്ലാതെ നിങ്ങളിപ്പോൾ മുളപ്പിച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ മുളപ്പിച്ച് കുക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. ചില ആളുകൾ ഒരുപാട് ഗുണം കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പയറും മറ്റും മുളപ്പിച്ച് ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ തലേ ദിവസത്തേക്ക് പിറ്റേ ദിവസത്തേക്കൊക്കെ മാറ്റി മാറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാതെ വരുന്നത് കുക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നട്ട്സ് കഴിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഇതും നിങ്ങൾക്ക് ആ ഒരു കുഞ്ഞിലോട്ട് എന്തൊക്കെ വേണോ അതെല്ലാം എത്തിച്ചു കൊടുക്കാനായിട്ട് സഹായിക്കും. ചിലപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് നമ്മുടെ പീരിയഡ്സ് മിസ്സായി ഒരു 15 days ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും പലരും പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. ആ സമയമൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ക്രൂഷ്യൽ ടൈം പീരീഡ് ആണ്, കുഞ്ഞിൻ്റെ ഗ്രോത്ത് നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം മുതൽക്കേ തന്നെ നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ഓർക്കുക കേട്ടോ. ഒരുപാട് പേർക്ക് നട്ട്സ് ഒന്നും അഫോർഡ് ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾ ഏതെങ്കിലും ഒരു നട്ടെങ്കിലും, അതായത് ബദാമാണ് കഴിക്കാൻ പറ്റുന്നതെങ്കിൽ ബദാം നിങ്ങൾ മേടിച്ചിട്ട് ഒരു 4-5 ബദാം എടുത്ത് കുതിർത്തിയതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. കാഷ്യൂനട്ട് പറ്റുന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ട് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. ചിലവർക്ക് ബ്രേസിൽ നട്ട് കഴിക്കാനായിട്ട് താല്പര്യം ഉണ്ടാകും, അങ്ങനെയുള്ളവർ അത് ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങൾക്ക് പൈസ വെച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനാണെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഏത് നട്ട്സ് കാറ്റഗറിയിൽ പെട്ടതാണോ അത് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതെല്ലാം ഉപയോഗിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സ്, പയറുവർഗ്ഗങ്ങൾ ഇതെല്ലാം ഒരു ദിവസം നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ആ 12 days
ഡേയ്സും നിങ്ങളിത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഇംപ്ലാന്റേഷൻ ടൈം ആണെന്ന് വിചാരിച്ചിട്ട് ബെഡ് റെസ്റ്റ് എടുക്കണോ ചേച്ചി എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരുടെ ആ ഒരു ആകാംക്ഷ കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ചോദിക്കുന്നത്. പക്ഷേ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫിസിക്കലി എത്രത്തോളം ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുക കേട്ടോ. അതൊരിക്കലും ബോഡിയെ ഒരുപാട് ടയേർഡ് ആക്കിക്കൊണ്ടാവരുത്. കുറച്ച് നേരം നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ ശരീരം റെസ്റ്റ് ആവശ്യം തോന്നുന്ന സമയത്ത് നിങ്ങൾ റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് കുമ്പിട്ട് നിവർന്നുള്ള ജോലികൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. കഴിവതും ഒരു എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ വാക്കിംഗ് എങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തോ ഈവനിങ് ആയിട്ടുള്ള സമയത്തോ നൈറ്റോ നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു 30 മിനിറ്റ്സ് എങ്കിലും കൈയൊക്കെ നല്ലതുപോലെ വീശി നിങ്ങൾ വാക്കിംഗ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതും ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. അതുപോലെ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന മറ്റൊരു എക്സസൈസ് ആണ് ലെഗ് അപ്പ് ദ വാൾ എക്സസൈസ്. ഇത്രയും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് എനിക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതും ഏത് ലേസി ആയിട്ടുള്ള സ്ത്രീക്കും പുരുഷനും ചെയ്യാൻ കഴിയുന്ന എക്സസൈസ് ആണ് ലെഗ് അപ്പ് ദ വാൾ എക്സസൈസ്. നമ്മളിപ്പോൾ ഫോൺ കാണുന്ന സമയത്താണെങ്കിലും കാലെടുത്ത് മതിലിന് മേലോട്ട് വെച്ച് ഫോൺ കാണുക. അത് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഒരുപാട് നേരം ആർക്കും വെക്കാനായിട്ട് പറ്റില്ല, കാരണം കാല് മരവിപ്പ് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആയിട്ട് പിന്നെയും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒട്ടും ഒരുപാട് ബുദ്ധിമുട്ടേയും കഷ്ടപ്പാടോ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. ഹസ്ബൻഡിനെ കാണാനായിട്ട് ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന ആളുകളാണെങ്കിലും ഹസ്ബൻഡ് വരുന്ന ആളുകളാണെങ്കിലും ഈ സമയങ്ങളിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത് പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കമൻസ് കിട്ടുന്നില്ലെങ്കിൽ ദയവായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ നിങ്ങൾ കമൻറ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് കഴിഞ്ഞ മാസം ഏത് ദിവസമാണോ പീരീഡ് ആയത്, ഈ മാസം എത്രാം തീയതിയാണോ ബ്ലീഡിങ് വന്നത് ആ ദിവസം വരെ എണ്ണിയെടുത്ത് പറയുക. അതായത് കഴിഞ്ഞ മാസം ഫെബ്രുവരി 5-നാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഈ മാസം ഏപ്രിൽ 1-നാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ആ ദിവസം വരെ ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് കേട്ടോ സൈക്കിൾ ലെങ്ത്. അത് കൃത്യമായിട്ട് പറയാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.